ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാരത് അരി കേരളത്തിലും വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിലായിരുന്നു ഉദ്ഘാടനം. തൃശ്ശൂരിൽ അരി വിതരണം തുടങ്ങിയിട്ടുണ്ട്. അരി മാത്രമല്ല, അതിന്റെ കൂടെ പരിപ്പും നൽകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. 5 കിലോ 10 കിലോ പാക്കറ്റുകളായിട്ടാണ് വിതരണം. 29 രൂപയ്ക്കാണ് ഭാരത് അരി ജനങ്ങൾക്ക് നൽകി തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും വിലക്കയറ്റം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പൊറുതിമുട്ടുന്ന സാധാരണക്കാരുടെ വോട്ട് ഈ അരിയിലൂടെ കിട്ടും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. കാരണം BJP ലക്ഷ്യം വയ്ക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വയ്ക്കുന്ന തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമാണ് പ്രധാനമായും ഈ അരി വിതരണം നടക്കുന്നത് എന്നതും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്ക് നോക്കാം ഭാരത് അരി വോട്ടാകുമോ എന്ന്. അജിംസിന് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ നിയമങ്ങൾ ഭരണഘടനയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സാനിറ്റേഷൻ എന്ന് പറയുന്നത് ശുചീകരണം, ആ ജോലി ആരുടേതാണ്? നിയമപ്രകാരം ഭരണഘടനാ പ്രകാരം ലോക്കൽ സെൽഫ് ഗവേണൻസിൻ്റെ ആണ്. അതായത് ഒരു പ്രദേശത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, അവിടെ കക്കൂസ് പോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പണികൾ മുഴുവൻ സാനിറ്റേഷൻ ഭരണഘടനാപരമായി ലോക്കൽ സെൽഫ് ഗവേണൻസിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്താരെ കക്കൂസ് നിർമ്മിക്കുന്നത്? പഞ്ചായത്തുകളല്ല. ആരാ? മോദിജിയാണ്. മനസ്സിലുണ്ടോ? മോദിജി കക്കൂസ് നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പെട്രോളിന് വില കൂടുന്നത്. ശൗചാലയം. അപ്പോൾ പഞ്ചായത്ത് ചെയ്യേണ്ട കക്കൂസ് നിർമ്മാണം മോദിജി ചെയ്യുന്നു. ഓക്കെ. സിവിൽ സപ്ലൈസ്, അതായത് അവശ്യ വസ്തുക്കൾ സാധാരണക്കാർക്ക് കൊടുക്കുന്ന പരിപാടി, പൊതുവിതരണ സമ്പ്രദായം, അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ചുമതലയിലാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് ചെയ്യുക? പ്രൊക്യൂർ ചെയ്യപ്പെടുന്ന ധാന്യങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്രം വിതരണം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരുകൾ അവരുടെ പൊതുവിതരണ ശൃംഖലകൾ വഴി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു. ഇതാണ് നടക്കുന്ന പരിപാടി. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അരിയുടെ പ്രൊക്യൂർമെൻറ്റ് ചെയ്യാൻ പല ഏജൻസികളുണ്ട്. അരി കർഷകരിൽ നിന്ന് വാങ്ങുന്നു, നെല്ല് വാങ്ങുന്നു, അരിയാക്കുന്നു, എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെയർ ഹൗസിൽ ധാരാളം അരി കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ വില, ഇപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലാണ്. ഈ കഴിഞ്ഞ കോവിഡിന് ശേഷം രാജ്യത്ത് വിലക്കയറ്റം കൂടുന്നു. പ്രത്യേകിച്ചും ഭക്ഷ്യധാന്യങ്ങളുടെയും ഭക്ഷ്യ വസ്തുക്കളുടെയും വില കൂടുന്നു. അപ്പോൾ ഈ വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഈ വില വർധന പിടിച്ചു നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കുറഞ്ഞ പക്ഷം അരി, ഗോതമ്പ്, പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, അവശ്യ വസ്തുക്കളുടെ വിലവർധന തടഞ്ഞു നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സർക്കാർ ഈ ഭക്ഷ്യ ശേഖരണശാലകളിലുള്ള ഈ ധാന്യങ്ങളെടുത്ത് മാർക്കറ്റിലേക്ക് കൊടുക്കണം. സപ്ലൈ വർദ്ധിപ്പിക്കും. മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ വില കുറയും. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതത് സംസ്ഥാനങ്ങൾ കൊടുക്കും, മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽ എന്ന് പറയുന്നൊരു സ്കീമുണ്ട്, OMS. ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ കൊടുക്കേണ്ട ധാന്യങ്ങൾ അത് സംസ്ഥാന സർക്കാരുകൾക്ക് വാങ്ങാൻ പാടില്ല എന്നൊരു നിയന്ത്രണം അടുത്തിടയ്ക്ക് കേന്ദ്ര സർക്കാർ വെച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സാധനം വിവിധ ഏജൻസികൾ, സ്വകാര്യ മേഖലയിലേക്കാണ് സാധനം പോവുക. ഇപ്പോൾ രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വില കൂടാൻ പല കാരണങ്ങളുണ്ടാവും. ഒന്ന് അതിൻ്റെ ലഭ്യത കുറവുണ്ടാവും, കാലാവസ്ഥ മൂലം കൃഷി മോശമാവുന്ന പല കാരണങ്ങളുണ്ടാവും. അതിൽ കരിഞ്ചന്ത ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ആരെ ഈ കരിഞ്ചന്ത നടത്തുക? പൂഴ്ത്തിവെപ്പ് ആരാ ചെയ്യുന്നത്? അത് സർക്കാർ ഏജൻസികളല്ല. പൂഴ്ത്തിവെപ്പ് നടത്തുന്നത് സ്വകാര്യ ഏജൻസികളാണ്. അവരയിൽ ധാരാളം ധാന്യം ഉണ്ടാവുകയും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദാനിയും അംബാനിയും രാജ്യത്തെ 2 വലിയ കോർപ്പറേറ്റുകൾ ഈ പറയുന്ന വെയർ ഹൗസുകൾ സ്ഥാപിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ കടന്നു പോവാണ്. ഒരു ചരക്ക് ട്രെയിനാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ചരക്ക് ട്രെയിൻ പോലെയല്ല അതിൻ്റെ ബോഗികൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ അദാനി അഗ്രോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് അദാനിക്ക് സ്വന്തമായി ട്രെയിനോ? അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അദാനി അഗ്രോ എന്താണ്. അത് വേറൊന്നുമല്ല, രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള വാഗണുകളാണ്. അവർ പ്രത്യേകമായി നിർമ്മിച്ച വാഗണുകളാണ്. എനിക്ക് തോന്നുന്നു ഇറക്കുമതി ചെയ്ത വാഗൺ, ഇന്ത്യയിൽ ഉണ്ടാക്കിയ ലുക്കല്ല അതിനുള്ളത്. അപ്പോൾ അതെങ്ങനെ ഇന്ത്യൻ റെയിൽവേയിൽ ഓടും? അതിന് പ്രത്യേക സ്കീമുണ്ട്. അവർ റെയിൽവേയിൽ പ്രത്യേക അപേക്ഷ കൊടുത്ത് എഞ്ചിൻ മാത്രം അവർ ഹയർ ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി കുറേ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ എഞ്ചിൻ മാത്രം കൊടുക്കാവോ ഇല്ല എന്നുള്ള റെയിൽവേയും ഈ പറയുന്ന കേന്ദ്ര സർക്കാരും തമ്മിൽ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ രാജ്യത്ത് മുഴുവൻ ഈ ഭക്ഷ്യധാന്യങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നു? ഇനി റിലയൻസ് അവരെന്ത് ചെയ്യുന്നു? അവർ വെയർ ഹൗസുകൾ, ശീതീകരിച്ച വെയർ ഹൗസുകൾ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് രാജ്യത്ത് ഭക്ഷ്യ വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രാജ്യത്തെ വൻകിട 2 കോർപ്പറേറ്റുകൾ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് വിലക്കയറ്റത്തിനൊരു കാരണം. അവിടെ അത് മറികടക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കേണ്ട കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്? സംസ്ഥാന സർക്കാരുകളെ അതിൻ്റെ ഓപ്ഷനിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് ഇത് വീണ്ടും എങ്ങോട്ടാണ് കൊടുക്കുന്നത്? കരിഞ്ചന്തയ്ക്ക് കാരണക്കാരായ സ്വകാര്യ ഏജൻസികൾക്ക് വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കരിഞ്ചന്ത വിലക്കയറ്റം തടയാൻ ആവശ്യമായ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നിരിക്കെ ഭാരത് റൈസ്, ഭാരത് ദാൽ, ഭാരത് ഗേഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരത് എന്ന ബ്രാൻഡ് നെയിം കൂടി കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികൾ വെച്ച് NAFED, NCCF,
ഭാരത് ഭണ്ഡാർ, ഈ 3 ഏജൻസികൾ വെച്ചിട്ടാണ് ഈ ധാന്യങ്ങളുടെ വിൽപ്പന നടത്തുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാരത് ഭണ്ഡാർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മാത്രമേ അതിന് ബ്രാഞ്ചസ് ഉള്ളൂ, വേറെ എവിടെയും അതിന് ബ്രാഞ്ചസ് ഇല്ല. ഒരു ഏജൻസിയാണ്, കൺസ്യൂമർ പ്രൊഡക്ട്സ് വിൽക്കാനുള്ള ഏജൻസിയാണ്. NCCF, നാഷണൽ കൺസ്യൂമർ ഗുഡ്സ് വിൽക്കുന്ന ഒരു സഹകരണ മേഖല സ്ഥാപനമാണ്. അതിന് കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ് ഒരു ഓഫീസുള്ളത്. ഞാൻ അവരുടെ ഓഫീസിൽ വിളിച്ച് നോക്കിയിട്ട് ആ ഫോൺ ബിസിയാണ്, എവിടെ എനിക്ക് കിട്ടും, ഭാരത് റൈസ് കിട്ടുമെന്ന് പറയാൻ വേണ്ടി വിളിച്ച് നോക്കിയത്. എവിടെ അറിയില്ല, അത് ആരാണ് വിൽക്കുന്നത്, ഏത് ഔട്ട്ലെറ്റ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇതിലെ മറ്റൊരു ഏജൻസി നാഫെഡാണ്. നാഫെഡ് ഇത് വിതരണം ചെയ്യുന്ന കമ്പനിയല്ല, അവർ പ്രൊക്യൂർ ചെയ്യുന്ന കമ്പനിയാണ് നാഫെഡ്. തേങ്ങയും നാളികേരവും നെല്ലൊക്കെ പ്രൊക്യൂർ ചെയ്യുന്ന ഏജൻസിയാണ്, അവർ വിൽക്കുന്നതല്ല. അപ്പോൾ NCCF-ഉം ഭാരത് ഭണ്ഡാറാണ് ഇത് വിൽക്കുന്നത്. NCCF-ന് കൊച്ചിയിൽ മാത്രം ഒരു ഓഫീസുണ്ട്, എങ്കിൽ കേരളം മൊത്തം അവരെങ്ങനെ ഇത് വിൽക്കും? അപ്പോൾ ഇത് അരിയുടെ വില കുറയ്ക്കുകയല്ല അവരുടെ ലക്ഷ്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആദ്യം വിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരാനാണ് ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അരി എന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. ഒരു കേന്ദ്ര സർക്കാർ പ്രൊജക്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സാധാരണ രീതിയിൽ എങ്ങനെയാണ്? ഇപ്പോൾ സംസ്ഥാന സർക്കാരാണിത് റേഷൻ കടകൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയാണ് വിൽക്കുക. ഇവരെന്താ ചെയ്യുന്നത്? ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് അരി വേണോ അരി എന്ന് വെച്ചിട്ട് വിൽക്കാണ്ട് മാധ്യമങ്ങളൊക്കെ വിളിച്ചാൽ ബൈറ്റ് എടുക്കുക. നല്ല അരിയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾ കയ്യിൽ ചരട് കിട്ടിയ ഒരാൾ ഇങ്ങനെ ബൈറ്റ് കൊടുക്കുക. ഈ രാജ്യം ഇങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി അരി വാങ്ങിയത് 65 രൂപയ്ക്കാണ് കിലോ. അവിടെ 29 രൂപയ്ക്ക് അരി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അരി വിൽക്കാണ്. ഇത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എവിടെ? തൃശ്ശൂരിൻ്റെ പ്രത്യേകതയാണ് സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്ന സ്ഥലം, നരേന്ദ്രമോദി കഴിഞ്ഞ 2 റാലി നടത്തിയ സ്ഥലം. അവിടെ BJP ജയിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കേന്ദ്രത്തിൻ്റെ അരി കൊണ്ടുവന്ന് വിൽക്കുക, അത് മാധ്യമങ്ങളൊന്ന് ബൈറ്റ് എടുക്കുക, അത് കൊടുക്കുക. അത് ഭാരത് അരി വരുന്നു, 29 രൂപ വരുന്നു. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇപ്പം ഞെട്ടുന്നുണ്ട്. ആദ്യം ഞെട്ടില്ല, ഇപ്പം ഞെട്ടുന്നുണ്ട്. യെസ്, എന്തായാലും ഈ അരിയും പരിപ്പൊക്കെ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് നിഷാദ്. ആ പരിപ്പ് അവിടെ വേവോ തൃശ്ശൂരിൽ? അത് ദിവ്യ ഒന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യന്മാരുടെ അന്തസ്സിന് ഇത്രയും വില കുറച്ച് കാണുന്ന ഒരു ഭരണകൂടത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞല്ലേ, ഈ രാജ്യത്ത് വിലക്കയറ്റം ഇങ്ങനെ മുച്ചോട് മുടിക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാത്ത ഒരു ഭരണകൂടം ഇപ്പുറത്ത് വഴി 29 രൂപയ്ക്ക് അരി വിൽക്കാൻ ശ്രമിച്ച് മനുഷ്യരെ പരിഹസിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ അരി ഏതുവഴിയാണ് വിൽക്കുന്നത്? 29 രൂപയുടെ അരി ഈ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് കൊണ്ടുവന്നിട്ട് വിളിച്ച് പറഞ്ഞ് വിൽക്കുകയാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് വേണ്ട, ഒരു രേഖയും വേണ്ട, നിങ്ങൾ പോയി വാങ്ങിക്കാത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റ് വഴിയല്ല വിൽക്കുന്നത്, അതിനൊരു ഇതും വേണ്ട, സിസ്റ്റമാറ്റിക് ആയിട്ടല്ല ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്? ആർക്ക് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എനിക്ക് കുറേ ആളുകളെയും കൂട്ടിപ്പോയി 100 പേരെയും കൊണ്ട് പോയിട്ട് 100 പേരെ കൊണ്ട് ഈ 10 കിലോ അരി വെച്ച് വാങ്ങിച്ച് എനിക്കിത് കരിഞ്ഞന്തയിൽ വിറ്റുകൂടെ? ആർക്കാണ് ഇത് ഗുണപ്പെടേണ്ടത്? ആരിലാണ് ഈ അരി എത്തേണ്ടത് എന്ന ഒരു പ്ലാനും ഇല്ലാതെ നേരിട്ട് സംസ്ഥാനത്തെ ഒരു സർക്കാരുണ്ടെന്നും ആ സർക്കാർ ഒരു പൊതുവിതരണ ശൃംഖലയുണ്ട് എന്നുള്ളതും പരിഗണിക്കാതെ വഴിയിൽ കൊണ്ടുവന്നിട്ട് ഒരു കേന്ദ്ര സർക്കാർ, യൂണിയൻ ഗവൺമെൻറ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അരി വിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന നാഫെഡും എന്താ പറയുന്നത് ഭാരത് ഭണ്ഡാരും വിചാരിച്ചാൽ ഇന്ത്യയിൽ എത്ര സ്ഥലത്ത്, കേരളത്തിൻ്റെ കാര്യം പോട്ടെ, ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് ഇതുപോലെ വണ്ടികൾ ഓടിച്ച് അവർക്ക് എത്ര ലോറിയുണ്ട്, എത്ര ലോറി അവർ ഹയർ ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ 140 കോടി മനുഷ്യർക്കിടയിലേക്ക് എത്ര ലോറികളിൽ ഈ ഭാരത് അരി വരും? എല്ലായിടത്തും വരാൻ പോകുന്നില്ല. ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതിയാണെന്ന് വെച്ചാൽ ഈ 20 തീയതി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. അങ്ങനെ ഇരിക്കെ അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഞങ്ങൾ ഇതാ കൊണ്ടുവന്ന് അരി വിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിപ്പ് കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ആരാണോ ശരിയാവണ്ണം വിലക്കയറ്റം താങ്ങാനാവാതെ ഒരു ദിവസം ജീവിച്ചു തീർക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട്, അവരിലേക്ക് ഇത് എത്തുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഒരു കൺകെട്ടാണ് ഇത്. കാരണം പൈസയുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എവിടെ ഭാരത് അരി വരുന്നത് ആർക്കും അറിയില്ല. ഇനി റേഷൻ കാർഡ് വേണമെന്ന് വെച്ചു, ഇനിയിപ്പോൾ റേഷൻ കാർഡ് എടുത്തോണ്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോഴാണ് വഴിയെ പോകുമ്പോൾ അതവിടെ ഭാരത് അരി വിൽക്കുന്നു. ഭാരത് അരി 290 രൂപയ്ക്ക് വാങ്ങിക്കാൻ ശേഷിയുള്ള എത്ര പേര് വഴി കാണും? അപ്പോൾ 290 രൂപ എടുക്കാൻ ശേഷിയുള്ള ആളുകൾ ആരുണ്ടാവും? അപ്പോൾ കയ്യിൽ പൈസയുള്ള കാണുമ്പോൾ അത് കൊള്ളാം, 2 കിലോ ഓറഞ്ച് 100 രൂപ, 10 കിലോ ഭാരത് അരി, ഇങ്ങനെയൊക്കെ വാങ്ങിക്കാൻ ശേഷിയുള്ള ആൾക്കാരുണ്ടോ? അവർക്കേ ഇതും വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ആർക്കെങ്കിലും കിട്ടണം എന്നല്ല ഉദ്ദേശം. മറിച്ച് തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു മൊത്തം ഈ അരി വിതരണം ചെയ്ത് അതിൻ്റെ ഓരോ ഇല എണ്ണി എല്ലാവരുടെ ഊണിൻ്റെ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഭൂരിപക്ഷം ആകുമ്പോൾ ഇത് നിർത്തിക്കളയാനാണ് സാധ്യത. ഇത്ര ഊണിൻ്റെ ഭൂരിപക്ഷം നമുക്ക് ഇത് ഈ നിലയ്ക്ക് ഒരുതരം മനുഷ്യരുടെ അന്തസ്സിനെ പരിഹസിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ വിലക്കയറ്റത്തിന് കാരണം ആരാണ് ദിവ്യ? ഈ രാജ്യത്ത് സഹിക്കാനാവാത്ത വിലക്കയറ്റം ഉണ്ടാകുന്നതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരാണ്. ഈ പറയുന്ന ഭക്ഷ്യവില പെരുപ്പം എന്ന് പറയുന്ന സംഗതി കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് പരിഹരിക്കാൻ ഒരു ഇടപെടലും നടത്താത്ത ഒരു ഭരണകൂടം ഇപ്പുറത്തുകൂടി 29 രൂപയ്ക്ക് 4, 3, 7 പേർക്ക് 140 കോടി മനുഷ്യരുള്ള ഒരു നാട്ടിൽ 10 or 100 പേർക്ക് അരി വിറ്റ് കളിപ്പിക്കാൻ നോക്കുകയാണ്. ഇന്നിപ്പോൾ കേരളം ഒരു സമരം നടത്തുന്നു ഡൽഹിയിൽ. ആ സമരം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ അങ്ങനെയൊന്നുമല്ല, നല്ല തങ്കം പോലത്തെ കേന്ദ്ര സർക്കാരാണെന്ന് തോന്നിപ്പിക്കാനുള്ള PR ഗിമ്മിക്കാണിത്, ആരോ ഉപദേശിച്ചു കൊടുക്കുന്ന സംഗതി. അങ്ങനെയാണ് നോക്കുക 107 രൂപ 1 ലിറ്റർ പെട്രോളിൻ്റെ വില. ഇവർ 50 രൂപയ്ക്ക് പെട്രോൾ വഴിയിലിട്ട് വിൽക്കട്ടെ, അതെന്താ വിൽക്കാത്ത എന്താണ്?
അതിന് കാരണം കേന്ദ്ര സർക്കാരല്ലേ. കേന്ദ്ര സർക്കാരിൻ്റെ ഒടുക്കത്തെ ടാക്സ് കൊണ്ടല്ലേ ഈ 107 രൂപ ലോകത്തില്ലാത്ത വില കൊടുത്ത് നമ്മൾ പെട്രോൾ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഡീസലും പെട്രോളും ഈ തേക്കിൻകാട് മൈതാനത്ത് കൊണ്ടുവന്നിട്ട് ലിറ്ററിന് 50 രൂപയ്ക്ക് വിൽക്കട്ടെ. അതും കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ലഭിക്കുകയോ ഇല്ല. അപ്പോൾ ഇത് ശുദ്ധമായ ഒരു തട്ടിപ്പാണ് എന്ന് തന്നെ വിചാരിക്കും. രാഷ്ട്രീയമായ തട്ടിപ്പാണ്. ഇതിനൊരു ഒരു നേരിയുള്ള ഏർപ്പാടല്ല എന്ന് നമ്മൾ ന്യായമായിട്ട് വിചാരിക്കണം. അതുകൊണ്ട് ഇത് ആളുകൾക്ക് മനസ്സിലാവും. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ 11-ാം മണിക്കൂറിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഈ സാധനം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കിട്ടാനുള്ളതല്ല എന്നും ഇത്രയും കാലം തന്നിട്ടില്ല എന്നും ഇതിൻ്റെ ഉത്തരവാദികൾ കേന്ദ്ര സർക്കാരാണെന്നും മനസ്സിലാക്കാൻ ശേഷിയുള്ള മനുഷ്യരാണ് ഈ നാട്ടിലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ അരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർഹരായ മനുഷ്യർക്ക് കിട്ടാനും പോകുന്നില്ല. ഈ അരിയുടെ പേരിൽ സർക്കാരിന് 3 വോട്ട്. എല്ലാ പദ്ധതിയും തൃശ്ശൂരിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. എല്ലാ വിതരണവും തൃശ്ശൂരിലാണ്, എല്ലാ ഫോക്കസും തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് തന്നെ തോന്നില്ലേ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഒന്ന്. എല്ലാം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. എന്ന് വെച്ചാൽ ഇത് കിട്ടുമോ നോക്കുകയാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞു. കിട്ടിയിട്ടില്ലെങ്കിൽ അരിയും നിൽക്കും, പാലയൊരു പള്ളിയുടെ ഒരു ഭാഗം ചിലപ്പോൾ പ്രത്യേക ആരാധനയ്ക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് നന്നായി മനസ്സിലാവുന്ന ആൾക്കാരാണ് തൃശ്ശൂരുകാരെന്നാണ് എനിക്ക് തോന്നുന്നു. യെസ്, ഇവിടെ എന്തായാലും വിലക്കയറ്റം തടയുകയോ പാവപ്പെട്ടവർക്ക് അരി നൽകുകയോ ഒന്നുമല്ല ലക്ഷ്യം ഇലക്ഷൻ തന്നെയാണ്. അത് എത്ര കണ്ട് ഫലം കാണുമെന്നറിയാം, എത്ര പേർക്ക് അരി കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം.